ഇവിടെ ഫുൾ ബ്ലോക്കാണ്. എൻ്റെ നടക്കുന്ന ഒരു പിടിയില്ല. പൊളിറ്റീഷ്യൻ്റെ എന്തോ സംഭവമാണ്. റോഡൊക്കെ ബ്ലോക്ക് ചെയ്തു. സോ ഇങ്ങനെ ഫൈനലി ഇവിടെ എത്തിയായിരുന്നു സ്റ്റേഷനിൽ. എൻ്റെ ലക്കിൻ്റെ ആണെന്ന് തോന്നുന്നത്. കറക്റ്റായിട്ട് ട്രെയിൻ ലേറ്റാണ്, ഒരു 10 മിനിറ്റ്സ് ലേറ്റാണ്. സോ ഒരു 10 മിനിറ്റ്സിൽ എത്തുന്നതാണ് തോന്നുന്നത്. നോക്കാം. സോ ബാഗ് എടുക്കാതെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും കയറി സ്ലീപ്പറിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുമായി നോക്കണം. സ്ലീപ്പർ കിട്ടിയില്ലെങ്കിൽ അണ്ടർസോണിൽ തന്നെ പോകണം. 3 ദിവസം ലോങ് ട്രാവലാണ്. ഇവിടെ നിന്ന് ദിമാപൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ അവിടെ നാഗാലാൻഡ് ആ സൈഡിൽ വരാം. ആസാമൊക്കെ താണ്ടി ആസാം കഴിഞ്ഞാണ് പോകാനുള്ളത്. നോക്കാം. 3 ഡേയ്സ് ട്രാവൽ. അണ്ടർസോഡാണോ സ്ലീപ്പറാണോ എന്ന് നോക്കാം. നമ്മുടെ ലക്ക് അനുസരിച്ചാണ് ഉള്ളത്. എല്ലാം പോയി കയ്യിൽ നിന്ന്. എൻ്റെ ക്യാമറ വിജയവാഡ സ്റ്റേഷനിൽ കഴിഞ്ഞിട്ട് പോകുമ്പോൾ വന്നായിരുന്നു, ട്രാക്കിൽ വന്നായിരുന്നു. അപ്പോൾ വിജയവാഡയിൽ നിന്ന് എളന്നൂർ പോയി. എളന്നൂർ പറഞ്ഞ ഒരു സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് വന്നായിരുന്നു വിജയവാഡയിൽ. മൊത്തം മൂഞ്ചി. ഇവിടെ റെയിൽവേ പോലീസിനടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഒരാളെ വിടാനെ പറഞ്ഞിട്ടുണ്ട്. കംപ്ലൈൻറ്റ് ചെയ്യാൻ രീതിയില്ല, ഒരാളെ വിടാനുള്ളൂ. സോ വരുന്നുണ്ട്, നോക്കാം. സോ ഇതിൻ്റെ ക്യാമറ തിരക്കി പോവുക. അറൗണ്ട് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. ട്രെയിനിൻ്റെ ഹോണിൻ്റെ സൗണ്ട് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുണ്ട്. ഒരു 3 കിലോമീറ്റർ മറി സമ്മതിക്കുമോയെന്ന് അറിയത്തില്ല. ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാം. അതിക്കെന്നാണ് തോന്നുന്നത്. നോക്കാം. സോ ക്യാമറ കിട്ടിയാൽ എൻ്റെ ക്ലിപ്പ് എടുത്തിടാം. കിട്ടിയില്ലെങ്കിൽ മൂഞ്ചി. എന്നിട്ട് ക്യാമറ കിട്ടിയാൽ അത് താഴെ വിടുന്ന കാഴ്ചയൊക്കെ അല്ല റെക്കോർഡായിരുന്നെങ്കിൽ കാണിക്കാം. അടുത്ത് ട്രെയിനൊക്കെ പോകുന്നുണ്ട്. ഇച്ചിരി പേടിയായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രാക്കിൻ്റെ പാരലലായിട്ട് നടക്കുന്നത് എൻ്റെ ലൈഫിൽ. ഹെഡ് ലാമ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഹെഡ് ലാമ്പാണ്. ഇനി കുറേ പോവാറുണ്ടല്ലേ. എവിടെയാണോ ഒരു പിടിയില്ല. ട്രാക്കിൽ നടക്കുന്നത് വളരെ സേഫല്ല. സോ ഇങ്ങോട്ട് കയറുക. സോ ഇവിടെ പാത്ത് വേ ഉണ്ട്. അവിടെ നിന്നാണ് തുടങ്ങുന്നത് പാത്ത് വേ. ഇവിടെ കയറിപ്പോയാൽ കിട്ടുന്നൊരു പ്രതീക്ഷ. സോ ഇത് കാണുന്നത് ട്രെയിനിൻ്റെ
ഈ ബോക്സസൊക്കെ ശരിയാക്കാനുള്ള വർക്ക്ഷോപ്പിനാണ് തോന്നുന്നത്. അത് കണക്കിലാണ് ഉള്ളത്, ക്ലിയറായിട്ട് അറിയത്തില്ല. ഇങ്ങോട്ട് പോയാൽ സ്ഥലമില്ല, വഴിയില്ല. സോ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് തിരിച്ച ട്രാക്കിൽ തന്നെ പോകാൻ വേണ്ടിയുള്ളത്. കറണ്ട് വന്നിട്ടെങ്ങനെ അടിക്കോ? അടിക്കത്തില്ല. ഓക്കെ, സെൻറ്ററിലോട്ട് നടക്കാം. എന്തെന്ന് ലെഫ്റ്റ് റൈറ്റ് ഏത് സൈഡിൽ ട്രെയിൻ വന്നാലും കുറച്ചെങ്കിലും കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും സിറ്റുവേഷന്. ഞാൻ തേടാനുള്ളത് ഈ ട്രാക്കല്ല, അതിൻ്റെ അടുത്തൊരു ട്രാക്ക് ഉണ്ട്. തപ്പി നോക്കണം. സോ ഈ ട്രെയിൻ ക്രോസ് ആയ ശേഷം അപ്പുറത്തെ ട്രാക്കിൽ പോയി നോക്കണം. കിട്ടിയാ ഭാഗ്യം, കിട്ടിയില്ലെങ്കിൽ 60,000 ഗോവിന്ദ. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ വന്ന് ചെക്ക് ചെയ്യുക ട്രാക്കൊക്കെ. എൻ്റെ ക്യാമറ കൊണ്ടാണ്. നെറ്റ് തിരക്കി കിട്ടിയില്ല. രാവിലെ ഒന്നുകൂടെ തിരക്കുക, കിട്ടുമെങ്കിൽ കൊള്ളാം. കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് എന്തായിരുന്നത് RPFിനോട് കംപ്ലൈൻറ്റ് റൈസ് ചെയ്തിട്ടുണ്ട്. സോ മേ ബി അവന്മാരുടെ കയ്യിൽ കിട്ടിയാൽ അവന്മാർ കോണ്ടാക്ട് ചെയ്യും എന്നെ. എൻ്റെ ഐഡിയയിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. ക്യാമറ തിരിച്ച് പോയി തോന്നുന്നത്. അത്രയേ ഉള്ളൂ, ക്യാമറ പോയി. ഇവിടെ റെയിൽവേ ലൈനിൽ ജോലി ചെയ്യുന്ന എൻജിനീയേഴ്സ് ഉണ്ട്, ഈ റെയിൽവേ ട്രാക്കൊക്കെ റിപ്പയർ ചെയ്യുന്ന. ഫുൾ ടൈം അവിടെ റിപ്പയർ ചെയ്യും ആൾക്കാർ. അവന്മാരുടെ കയ്യിൽ ചോദിച്ചായിരുന്നു. അപ്പം പറഞ്ഞ് രാവിലെ ഏർലി മോർണിംഗ് 3 o'clock to 5 o'clock ട്രാക്ക് ക്ലീൻ ചെയ്യാൻ പുറത്തുനിന്ന് ആൾക്കാർ വരും. സോ അവന്മാരുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. ബട്ട് അവന്മാരുടെ കയ്യിൽ കിട്ടിയാലും തിരിച്ച് തരത്തില്ല. അവന്മാരുടെ അടുത്ത് പോക്കറ്റിലിട്ടിട്ട് കൊണ്ടുപോകുന്നത് ഈ ഫോണ്, പേഴ്സ്, പിന്നെ എന്തെങ്കിലും വാല്യുബിൾ ഐറ്റംസൊക്കെ അവന്മാർ പോക്കറ്റിലിട്ട് അവന്മാർ കൊണ്ടുപോകുന്നത്. കിട്ടാനുള്ള ചാൻസ് ഒട്ടുമില്ല. സോ ഇവിടെ റെയിൽവേ പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്താലും കാര്യമില്ല. ഞാൻ ഇന്നലെ കംപ്ലയിൻറ്റ് ചെയ്തതാണ്. അവന്മാർ ഒരു ആക്ഷൻ എടുത്തില്ല. അവന്മാർ പോയി കൂടെ നോക്കിയില്ല. അവന്മാർ പറഞ്ഞ് രാവിലെ ഈ ട്രാക്ക് മെയിൻ്റെനൻസ് ചെയ്യുന്ന ആൾക്കാർ വന്ന് തിരക്കും, തപ്പി നോക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ്. ബട്ട് ഞാൻ കണ്ടില്ല. ഞാൻ പോയി തപ്പി നോക്കി, കിട്ടിയില്ല. തിരിച്ച് പോയി. ഇനി പോകാൻ വേണ്ടി നമ്മൾ എവിടെ പോകണു, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. സോ ഇതുവരെ ഒരു റിപ്ലൈയും വന്നില്ല പോലീസിൻ്റെ അടുത്ത് ക്യാമറ മിസ്സായതിൻ്റെ കാര്യത്തിന്. ഭയങ്കര റിഗ്രറ്റാണ്. പിന്നെ ക്യാമറയിൽ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. കുറേ വീഡിയോസ് എന്ന് പറഞ്ഞത് എൻ്റെ പ്രീവിയസ് ട്രിപ്പിൻ്റെ വീഡിയോസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ട്രെയിനിൽ വ്ളോഗ് എടുത്ത കുറേ ക്ലിപ്സ് ഉണ്ട്. പിന്നെ എല്ലാം പോയി. എല്ലാ ക്ലിപ്സും പോയി, എല്ലാ വീഡിയോസൊക്കെ പോയി. സോ ബാക്കപ്പ് ചെയ്തെടുക്കാനും പറ്റത്തില്ല. ക്യാമറ അടുത്തുണ്ടെങ്കിൽ മാത്രം തന്നെ ക്ലിപ്സിന് എടുക്കാൻ പറ്റും. സോ ഇതോടെ ഈ വ്ളോഗ് എൻജോയ് ചെയ്യുക. നാളെ ഒരു ഡിഫറെൻ്റുള്ള വ്ളോഗ് വരുന്നതായിരിക്കും.